എന്താണ് ഇപ്പോൾ ഈ ഒരു ആക്ഷനും കോമഡിയും അതുപോലെ കുടുംബ ഫാമിലിയും എല്ലാം ഉൾപ്പെട്ട ഒരു മൂവി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ആ ഒരു മൂവിയുടെ ഭാഗമാകാൻ പറ്റിയത് എന്ന് തോന്നുന്നു. സന്തോഷം, ഇങ്ങനെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും വർക്കായി എന്നുള്ളതൊരു സന്തോഷമുണ്ട്. ടീന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു കുറച്ച് ഫൈറ്റ് സീക്വൻസും ഒക്കെ കാര്യങ്ങളെല്ലാം ഫൈറ്റിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന സന്തോഷത്തിലാണ്. അത് തിയേറ്ററിൽ വന്ന് ഓഡിയൻസിനൊപ്പം ഇരുന്ന് കണ്ട ആ ഒരു റെസ്പോൺസിന്റെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ക്ലൈമാക്സ് ഫൈറ്റ് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരും. അത് വന്ന് കാണാം, നല്ല സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് സന്തോഷമുണ്ട്. ആക്ഷൻ രംഗങ്ങളൊക്കെ അഭിനയിക്കാൻ എളുപ്പമായിരുന്നോ? എളുപ്പമായിരുന്നു വെച്ചാൽ കരാട്ടെ അതിന്റെ കുറച്ച് സീക്വൻസിന് വേണ്ടി ഞാൻ ട്രെയിനിങ് ചെയ്തിരുന്നു. അപ്പൊ അത് വർക്കൗട്ട് ആയി എന്ന് വിചാരിക്കുന്നു. പീറ്റർ മാസ്റ്ററിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ പറഞ്ഞിരുന്ന ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. മാസ്റ്റർ പറയുന്നത് കൃത്യമായിട്ട് ചെയ്യാൻ ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയുക മാസ്റ്റർ ടീച്ചറാണ് എന്ന് പറയും. കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു മാസ്റ്ററിന്റെ എക്സ്പീരിയൻസ്. മാസ്റ്ററിന്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? ബ്രോ സിനിമ എങ്ങനെയുണ്ട്? ബ്രോ സിനിമ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? സ്കൂൾ തലത്തിലെടുത്ത് ചിത്രം ലഹരി മുക്തമാക്കാൻ വേണ്ടി നല്ലൊരു സന്ദേശമാണ്. നല്ല എല്ലാവരും നല്ല ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഗംഭീരം, അതിഗംഭീരം. വെടിക്കെട്ടിന് ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ അടിപൊളി പെർഫോമൻസ്. ഇട്ടി എന്ന് പറഞ്ഞ പൊരിഞ്ഞടി ഉത്സവപ്പറമ്പിലൊക്കെ നടക്കാൻ വേണ്ടി അതുപോലെ ഗംഭീര പെർഫോമൻസ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പാട്ടുണ്ട്, ഡാൻസുണ്ട്, കോമഡി ഉണ്ട്, എല്ലാം നമ്മുടെ ശ്രീധരന്റെ കഴിഞ്ഞ പടങ്ങൾ മാർഗംകളി പോലത്തെ സിനിമകളെ പോലെ തന്നെ നല്ല ഹിറ്റായ ഒരു സിനിമയായി മാറിയിരിക്കുകയാണ്. ഗംഭീര പെർഫോമൻസ് ആണ് വിഷ്ണുവിന്റെ. പാട്ടാണെങ്കിലും സെന്റിമെന്റ്സ് ആണെങ്കിലും എല്ലാം ഗംഭീരം. അതുപോലെ ഒരു സ്കൂൾ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുന്ന സിനിമയാണ്. പ്ലസ് ടു വിദ്യാർത്ഥികളൊരു എന്താ പറഞ്ഞ ഒരു സസ്പെൻസ് മൂവിയാണ്. എല്ലാവരും കാണുക. അടിപൊളി സിനിമ. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. അപ്പോ ഒരു വെടിക്കെട്ട് സിനിമ തന്നെയാണ്. കാരണം മലയാളികൾ പുലിയാണ്. കേരളത്തിലെ മലയാളി സ്റ്റുഡൻസിന്റെ ഒരു പോരാട്ട വിജയം തന്നെ പറയാം. ഒരു പ്ലസ് ടു സ്കൂൾ ലൈഫ് എടുത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഹണിറോസ് നായികയുടെ അഭിനയിച്ച ബോയ് ഫ്രണ്ട് ചിത്രത്തിലാണ് നമ്മുടെ ലാലുലസ് നമ്മുടെ ഒരു കോളേജിലെ പ്രിൻസിപ്പളായിട്ട് വന്നത്. അതിനുശേഷം ലാലുലസിന്റെ ഗംഭീര വേഷമാണ് സിനിമയിൽ സൂചിപ്പിക്കുന്നത്. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണനാണെങ്കിലും കുമാരി ജയസിനാണെങ്കിലും മികച്ചായിട്ട് അഭിനയിച്ച സിനിമയാണ്. പിന്നെ ദിവ്യ വിജയകുമാർ മികച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലേണയാണെങ്കിലും മികച്ചായിട്ട് അഭിനയിച്ച ത്രില്ലർ സിനിമയാണ്. ഫാമിലി കോമഡി ഫീൽ ഗുഡ് ഒരു മറിക്കേണ്ട ഒരു അടാറുള്ള പോലുള്ള സിനിമകൾ വെച്ച് നോക്കുന്നത് വ്യത്യസ്തം നിറഞ്ഞ സിനിമയാണ്. കാരണം ഒരു കോളേജ് പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു മികച്ചൊരു പൊളിറ്റിക്കൽ കറക്ഷൻസ് ഉള്ള സിനിമയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഒരു കമ്പാക്ക് തന്നെ പറയാം. കള്ളനെ പകുതിക്ക് ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നുള്ള സിനിമയാണ്. വെടിക്കെട്ടിന് ശേഷം ഗംഭീര പെർഫോമൻസ് ആണ്. മാത്രമല്ല നമ്മുടെ ബോയ് ഫ്രണ്ടിന് ശേഷം നമ്മുടെ ബിഗ് ബോസ് സാറുണ്ടല്ലോ മണിക്കൂട്ടനൊക്കെ നല്ല ചെയ്തതിനു ശേഷം വെടിക്കെട്ടാണ്. മലയാളികൾ തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ്. സ്കൂളിൽ ആക്രമിക്കാൻ വരുമ്പോഴുള്ള ഒരു പോരാട്ടത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സിനിമയാണ്. കണ്ടിട്ടില്ല സിനിമ, പക്ഷെ കാണാത്തവരുണ്ട്. എന്തായാലും കാണണം. കിടിലൻ സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് മോറലൊക്കെ ഉള്ള ഒരു സ്റ്റോറിയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് ഒരു ഭയങ്കര മോറലുള്ള ഒരു സിനിമയാണ്. എല്ലാവരും കാണണം. വിജയിപ്പിക്കണം. ഇടിയൻ ചന്ദൂരെ തോൽപ്പിക്കാനാവില്ല. മറ്റു പ്രേക്ഷകർ പറയട്ടെ.
കണ്ടില്ല ചന്തു നന്നായിട്ട് വളരെ നന്നായിട്ട്. പിന്നെ ഈ ഷോയിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉള്ളു കൂടുതൽ. പിന്നെ ഈ പടത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെയാണ്. പക്ക ഇടിപ്പടം. അല്ല ഇടി മാത്രമല്ല, എനിക്കിപ്പോ മാസ്റ്ററുടെ വായിക്കുന്നത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇടി മാത്രമല്ല, വെൽ മെയ്ഡ് ഡീസന്റ് ഫിലിം പുള്ളി പറഞ്ഞു. പുള്ളി ഇടി മാത്രമല്ല പുള്ളി കണ്ടിട്ടുള്ളൂ ലൊക്കേഷനിലാണെങ്കിൽ. ബാക്കി ഏരിയകളും കൂടി പുള്ളി എന്നാണ് കാണുന്നത്. പുള്ളി വന്നിട്ട് ഭയങ്കര സന്തോഷം. നിങ്ങളൊക്കെ കണ്ടോ? സിനിമയിൽ ഫൈറ്റ് ചെയ്യാനുള്ള അവസരം, ഫൈറ്റ് എന്ന് പറയാം, വിഷ്ണുവിനെ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ഫാമിലി സബ്ജക്റ്റ്, അതിൻ്റെ +2 വിഴി, അപ്പം വിഷ്ണുവിൻ്റെ എന്താ പറയുക മകൻ അങ്ങനെയൊക്കെ ഒരു വേഷം. എനിക്കൊരു ഫൈറ്റ് ഉണ്ട്, 4 ഫൈറ്റ് പുറത്തുവന്നുകൊണ്ട് എനിക്ക് നല്ലൊരു ഗംഭീര ഒരു ഫൈറ്റ് എനിക്കുണ്ട്. അപ്പോൾ ഒരു ഡയറക്ടറിനോടും എൻ്റെ സെൻഡ് മാസ്റ്റർ പീറ്റർ ഹിൽ സാറിനോടൊക്കെ വളരെ നന്ദിയുണ്ട്. അപ്പോൾ പടം എനിക്ക് പറയാനുള്ളത് എല്ലാവരും വന്ന് കാണുക, അടിപൊളി സൂപ്പർ. എല്ലാവരും കാണണം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടോ? പിന്നെ ബാക്കി നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് എല്ലാ മാതാപിതാക്കളും പോയി കാണേണ്ടതാണ്. കാരണം ഒരു +1 പഠിക്കുന്ന ഓൾറെഡി ക്യാമ്പസിൻ്റെ അകത്തുള്ള ഒരു സംഭവം, പക്ഷേ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ആ ഒരു ഡിസ്ചാർജ് നമുക്ക് കോളേജ് ക്യാമ്പസിൽ കിട്ടുന്നു. രണ്ടാമത് ഇപ്പോൾ സമകാലികമായി കോളേജ് ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന മാഫിയകളെ എങ്ങനെ നേരിടണമെന്ന് കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൂടെയാണ്. മാതാപിതാക്കളും കുട്ടികളും ഇത് കാണേണ്ട ഒരു പടമാണ്. ഒരുപാട് നമുക്ക്